രാജ്യത്തിന് നമ്മുടെ സൈനികർക്ക് അതിന് പൂർണ്ണ പിന്തുണ ഞങ്ങൾ നൽകാമെന്നാണ് അന്ന് കശ്മീരിലെ യുവാക്കൾ ഉൾപ്പെടെ പറയുന്നത് നമ്മൾ കേട്ടത്. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതിർത്തി മേഖലകളിൽ കനത്ത ജാഗ്രതയാണ്. വെടിവയ്പ് ഉണ്ടാകുന്നു, വെടിവയ്പ്പല്ല ഷെല്ലാക്രമണം ഉണ്ടാവുകയാണ്. ഞാനിപ്പോഴുള്ളത് ശ്രീനഗറിൻ്റെ ഹൃദയഭാഗമായ ലാൽ ചൗക്കിലാണ്. ലാൽ ചൗക്കിൽ സുരക്ഷയാണ്, കനത്ത സുരക്ഷയാണ് ലാൽ ചൗക്കിൽ ഒരുക്കിയിരിക്കുന്നത്. ശ്രീനഗറിൽ മാത്രമല്ല, ജമ്മു കശ്മീരിൻ്റെ വിവിധ മേഖലകളിൽ കനത്ത സുരക്ഷയിലാണ് ഈ നഗരം ഇപ്പോഴുള്ളത്, ഈ പ്രദേശം ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് ആകെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. പൂഞ്ചിൽ, ഒപ്പം ഉറിയിൽ, കുപ്വാരയിൽ, അഖ്നൂരിൽ, അങ്ങനെ അതിർത്തി മേഖലകളിലാകെ കനത്ത ജാഗ്രതയാണുള്ളത്. പലയിടത്തും ഷെല്ലാക്രമണം. കഴിഞ്ഞ ദിവസം വരെ വെടിവയ്പ്പായിരുന്നെങ്കിൽ, പ്രകോപനപരമായ വെടിവയ്പ്പായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ, ഇപ്പോൾ കനത്ത ഷെല്ലാക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഉറിയിൽ നിന്ന് നമുക്ക് നേരിട്ട് ലഭിക്കുന്ന സന്ദേശങ്ങൾ മനസ്സിലാകുന്നത്. പൂഞ്ചിൽ ഷെല്ലാക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ചതായുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. പൂഞ്ചിൽ ഷെല്ലാക്രമണത്തിൽ വീടുകൾ തകരുന്നു എന്ന റിപ്പോർട്ട് വരുന്നു. പാകിസ്ഥാൻ പ്രകോപനപരമായ നീക്കം തുടരുകയാണ് എന്നതാണ് ഇഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ രൂപത്തിലുള്ള നടപടികളുമായി പാകിസ്ഥാൻ മുന്നോട്ട് പോയാൽ വേറൊരു സാഹചര്യത്തിലേക്ക്, ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ, സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊരു സംശയം അതിർത്തി മേഖലയിൽ ആകെയുണ്ട്. ഉറിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സന്ദർശിച്ചിരുന്നു, ബങ്കറുകൾ സന്ദർശിച്ചു. അപ്പോഴൊക്കെയും മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം, ആളുകളാകെ ഭീതിയിലാണ്. കൺമുന്നിൽ പാകിസ്ഥാൻ പോസ്റ്റുകളാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എത്ര നാൾ ഈ ബങ്കറുകളിൽ കഴിയാനാകുമെന്ന സ്ഥിതിയുണ്ട്. ഒപ്പം ഈ മിസൈൽ ആക്രമണം ഇന്ത്യ തൊടുത്തതിന് പിന്നാലെ പലപ്പോഴും തിരിച്ചടി ഉണ്ടാകും എന്ന പ്രതികരണമാണ് ഈ പാകിസ്ഥാൻ്റെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന്, പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന്, ഉപപ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി കൂടിയായ ആളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ ലാൽ ചൗക്കിന് സമീപത്താണ്. ഈ ലാൽ ചൗക്കിൽ കനത്ത സുരക്ഷയുണ്ട്. ഇതിന് സമാനമായി ഇതിൻ്റെ ഇരട്ടിയോ അതിലധികമോ സുരക്ഷയാണ് അതിർത്തി മേഖലകളിലുള്ളത്. അതിർത്തി മേഖലയിലാകെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രകോപനമുണ്ടായാൽ തിരിച്ചടിക്കാൻ, കനത്ത തിരിച്ചടി നൽകാൻ, മറുപടി നൽകാൻ വ്യോമ, നാവിക, കരസേനകൾക്ക് നിർദ്ദേശമുണ്ട് എന്നുള്ളതാണ് നമ്മൾ വാർത്തകളിലൂടെ അറിയുന്നത്. പ്രത്യേകിച്ച് വ്യോമസേനയ്ക്ക് അതത് യൂണിറ്റുകളിൽ, അതിർത്തി യൂണിറ്റുകളിൽ സജ്ജരായിരിക്കാനുള്ള നിർദ്ദേശമുണ്ട്. നാവികസേനയ്ക്ക് സമുദ്രാതിർത്തിയിൽ സജ്ജരായിരിക്കാനും തയ്യാറായിരിക്കാനും നിർദ്ദേശമുണ്ട്. കരസേന മുഴുവൻ സന്നാഹത്തോടെ, മുഴുവൻ അലർട്ടിൽ നിൽക്കുകയാണ്. ആ വിധത്തിൽ ഇനിയൊരു തിരിച്ചടി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഇന്ത്യയിലേക്കുണ്ടാകുമോ എന്നൊരു സംശയവും ഭീതിയും ആണ് അതിർത്തി മേഖലയിലുള്ളത്. അങ്ങനെയെങ്കിൽ കനത്തൊരു തിരിച്ചടിയിലേക്ക് ഇന്ത്യ പോകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. വിനീത, നിന്ന് ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദിൽ പറയുന്നത് പോലെ തന്നെ ജമ്മു കാശ്മീരിൽ മാത്രമല്ല, രാജ്യത്തെമ്പാടും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ എല്ലാം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിരവധി നോർത്ത് ഇന്ത്യയിലെ, വടക്കേ ഇന്ത്യയിലെ വിമാനത്താവളങ്ങളൊക്കെ അടച്ചിരിക്കുന്നതാണ്. ഏത് നിമിഷവും ഒരു പ്രകോപനവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സൈനിക നീക്കങ്ങൾ അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. നമുക്കറിയാവുന്നതുപോലെ ഈ ആക്രമണം 12/27 ഇന്ത്യ നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂർ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെ വ്യോമസേനയും കരസേനയും ഒക്കെ സൈനിക നീക്കങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതിർത്തിയിൽ കൃത്യമായി തന്നെ വ്യോമസേന വിന്യസിച്ചിരിക്കുന്നു. ജയ്സാൽമീറിൽ ഉൾപ്പെടെ വ്യോമാഭ്യാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിരീക്ഷണ പറക്കലുകൾ നടത്തുന്നു. അതിർത്തിയിൽ നിയന്ത്രണ രേഖയിൽ തുടർച്ചയായി ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുകയാണ്. ഉറിയിലും പൂഞ്ചിലും കുപ്വാരയിലും തുടർച്ചയായി വെടിവയ്പ് ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യം ആഗ്രഹിച്ചിരുന്ന ഒരു തിരിച്ചടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. 9 കേന്ദ്രങ്ങൾ, ഭീകരരുടെ 9 കേന്ദ്രങ്ങളാണ് തകർത്തിരിക്കുന്നത്. ഇതിൽ ഇന്ത്യക്ക് എന്നും വെല്ലുവിളി ഉയർത്തുന്ന ലഷ്കർ-ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും തന്ത്രപ്രധാന താവളങ്ങൾ കൂടി തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. നമുക്കറിയാവുന്നതുപോലെ ലഷ്കറിന്റെ തലവനായിട്ടുള്ള ഹാഫിസ് സയ്യിദ് എന്ന് പറയുന്നത് മുംബൈ ഭീകരാക്രമണത്തിൽ സൂത്രധാരൻ എന്ന് ഇന്ത്യ കരുതുന്ന ആൾ തന്നെയാണ്. അതിന്റെ കൃത്യമായ തെളിവുകൾ, പാകിസ്ഥാന്റെ ബന്ധമൊക്കെ തന്നെ സ്ഥിരീകരിച്ചതാണ്. ഹാഫിസ് സയ്യിദിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ എന്നും ഉയർത്തിയിട്ടുള്ളതാണ്. മറ്റൊന്ന്, ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരിൽ ഒരാളായ മസൂദ് അഹമ്മദിന്റെ പങ്കുകൂടിയാണ്. ഏതായാലും അതിൽ ജമ്മു കാശ്മീരിലെ സാഹചര്യം അതുതന്നെയാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അടിയന്തര യോഗങ്ങളൊക്കെ ചേരുകയാണ്. അതീവ ജാഗ്രത ഇപ്പോൾ അതിൽ കാണിച്ച ദൃശ്യങ്ങളിലേതുപോലെ സൈന്യം ത്വരിതഗതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നു. ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകളും നടക്കുകയാണ്. നമുക്കിനി അറിയേണ്ടത്, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വീണ്ടും പ്രകോപനം ഉണ്ടായാൽ
ഇന്ത്യ ഏത് രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാവികസേനയുടെ അഭ്യാസമൊക്കെ നമ്മൾ കണ്ടതാണ്. തൃശൂല വിന്യാസമാണ് അവിടെ അറബിക്കടലിൽ ഒരുക്കിയിരിക്കുന്നത്. കറാച്ചിയിൽ യുദ്ധക്കപ്പലുകൾ സജ്ജമായി നിൽക്കുന്നു എന്ന വിവരം ലഭിച്ചത് അപ്പോൾ തന്നെ നാവികസേന കൃത്യമായി ഇവിടെ തയ്യാറെടുത്തിരുന്നു. നമ്മൾ കണ്ടതാണ്. നമ്മുടെ INS സൂറത്തിൽ നിന്നും INS വിക്രാന്തിൽ നിന്നുമൊക്കെ മിസൈലുകൾ പരീക്ഷിച്ചുകൊണ്ട് നാവികസേന കൃത്യമായ മുന്നറിയിപ്പ്, ഞങ്ങൾ സജ്ജരാണെന്നുള്ള മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകിയതുമാണ്. വ്യോമസേനയാകട്ടെ കൂടുതൽ മിസൈലുകൾ, പ്രതിരോധ മിസൈലുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റഷ്യയിൽ നിന്നുൾപ്പെടെ മിസൈൽ വേധ മിസൈലുകൾ ഉൾപ്പെടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കരസേനയാണെങ്കിൽ എല്ലാ അത്യാധുനിക ഉപകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. തിരിച്ചടിയൊക്കെ നൽകുമെന്ന് പാകിസ്ഥാൻ വെല്ലുവിളിക്കുമ്പോഴും അവർക്ക് അതിനുള്ള സൈനിക ശക്തിയുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആണവ ഭീഷണിയൊക്കെ ഉയർത്തുന്നത് നമ്മൾ കണ്ടു. ബിലാവൽ ഭൂട്ടോയൊക്കെ പറഞ്ഞത് രക്തമൊഴുക്കുമെന്നതാണ്. പക്ഷേ ഇന്ത്യ ഇതിൽ ഒട്ടും ആശങ്കാകുലരല്ല. നമ്മുടെ സൈനിക ശേഷി അത്ര വലുതാണ്. നമുക്കുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ സംവിധാനങ്ങളൊക്കെ തന്നെയും അത്രയും വലുത് തന്നെയാണ്. എന്ത് പ്രകോപനം ഉണ്ടായാലും ഇതിനപ്പുറമുള്ള തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സൈന്യം സജ്ജവുമാണല്ലേ അതിൽ? ഉറപ്പായും സജ്ജമാണ്. ഇന്ത്യൻ സൈന്യം സർവ്വസജ്ജമാണ് എന്ന് പറയാം. കാരണം ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി വിനീത. ഈ ദിവസം മെയ് 7-ന് ഒരു മോക്ക് ഡ്രിൽ ഉണ്ടാകുമെന്ന് കേന്ദ്രം പ്രഖ്യാപിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് അത് പ്രഖ്യാപിക്കുന്നത്. സംസ്ഥാനത്ത് ആകെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അതിൻ്റെ പരിശീലനങ്ങൾ നടക്കുന്നു. ഒരു വ്യോമ ആക്രമണം ഉണ്ടായാൽ, ഒരു കര മാർഗമുള്ള എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് കുട്ടികൾക്കടക്കം പരിശീലിപ്പിച്ചു കൊടുക്കുന്ന സാഹചര്യമാണ് ഇന്നലകളിൽ നമ്മൾ കണ്ടത്. ഇനി അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് ആ ഒരുക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തിയത് എന്നുകൂടി നമ്മൾ പറയേണ്ടി വരും. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്യാധുനികമായ ആയുധങ്ങൾ കൈവശമുണ്ട്. അതുപയോഗിച്ചാണ് ഇന്ത്യയുടെ മിസൈൽ ആക്രമണമടക്കം നടന്നത് എന്നുകൂടിയാണ്. UK, ഫ്രാൻസ് നിർമ്മിത മിസൈലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതും ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവിടേക്ക് വ്യക്തമായി തന്നെ ആ താവളങ്ങൾ തകർക്കുന്ന രൂപത്തിലേക്ക് എത്തി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷേ ഈ പാകിസ്ഥാനിലെ സിവിലിയന്മാർ കൊല്ലപ്പെട്ടാൽ, പൗരന്മാർ കൊല്ലപ്പെട്ടാൽ, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും ജനവാസ മേഖലകൾ തകർക്കപ്പെട്ടാൽ അത് ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ആ സാധ്യത ഇല്ലാതാക്കിക്കൊണ്ട് പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമുള്ള ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇന്ന് പുലർച്ചെ 12:27 നടന്ന മിസൈൽ ആക്രമണങ്ങൾ. ഇതൊക്കെയും തകർത്തത് ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ എ തൊയ്ബയുടെയും ഭീകര കേന്ദ്രങ്ങളാണ്, അവരുടെ പഠന കേന്ദ്രങ്ങളാണ്, അവരുടെ കൊടും ഭീകരർ താമസിച്ചിരുന്ന താവളങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വിധത്തിലുള്ള ഒരു അടി അവർക്ക് കിട്ടിയിരിക്കുന്നു. പക്ഷേ പാകിസ്ഥാൻ അതിനെ എടുത്തിരിക്കുന്നത് പാകിസ്ഥാൻ്റെ അധികാരത്തിന് മേലുള്ള, പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ടാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന പ്രകോപനപരമായ വാചകങ്ങളുണ്ട്. പക്ഷേ അതൊരു പ്രായോഗികമായി ഒരു പ്രകോപനത്തിലേക്ക് പോവുകയാണെങ്കിൽ കൃത്യമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ രൂപത്തിലുള്ള എല്ലാ സന്നാഹങ്ങളും സജ്ജീകരണങ്ങളും തയ്യാറുമാണ് വിനീത.